ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ലൈഫ് ഇങ്ങനെ വളരെ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേസൊക്കെ വരുമ്പോൾ കേക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ആണ്. കേക്കിൽ ഇവിടെ എല്ലാവർക്കും പ്രിയം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് മിക്ക സെലിബ്രേഷൻസിനും ഞാൻ ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് ഉണ്ടാക്കാറ്. നിത്തുകുട്ടീനെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കേക്കിൻ്റെ പണി തുടങ്ങി. എന്നത്തെയും പോലെ വീറ്റ് പൗഡർ തന്നെയാണ് കേട്ടോ എന്നും. അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൊക്കോ പൗഡറും എല്ലാം ഇട്ട് 2-3 തവണ നന്നായിട്ട് അരിച്ചെടുത്തു. പിന്നെ പൊടിച്ച പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തു. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ്, വിനാഗിരി ഇതെല്ലാം ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുത്തു. അതിനെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു. പിന്നെ സാവധാനം ഫോൾഡ് ചെയ്തെടുത്തു. അതിനുശേഷം ചെറിയ ചൂടുള്ള പാല് പല തവണകളായിട്ടൊഴിച്ച് ബാറ്ററിനെ ലൂസാക്കിയെടുത്തു. പിന്നെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് ചെറിയ തീയിൽ ഏകദേശം ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. ഇതേ നമ്മുടെ നല്ല സൂപ്പർ സോഫ്റ്റ് കേക്ക് റെഡിയായി. കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ട ഷുഗർ വാട്ടർ ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേക്കും നിത്തുകുട്ടി എൻ്റെ കയ്യിലായി. പിന്നെ അവളും ഞാനും കൂടെ ഷുഗർ വാട്ടറൊക്കെ ഒന്നുണ്ടാക്കി ചൂടാറാൻ വെച്ചു. ഇനിയുള്ള പണി നടക്കണമെങ്കിൽ നിത്തുകുട്ടി ഉറങ്ങിയേ പറ്റും. അതുകൊണ്ട് അവളെ പതുക്കെ ഉറക്കി കിടത്തി ആ നേരം കൊണ്ട് കേക്ക് ചൂടാറി കിട്ടി. പിന്നെ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തെടുത്ത് കേക്കിനെ 3 ലെയേഴ്സാക്കി കട്ട് ചെയ്ത് ഓരോ ലെയേഴ്സിലും ഷുഗർ വാട്ടർ സ്പ്രെഡ് ചെയ്ത് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കേക്കിനെ മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീമിൽ പൊതിഞ്ഞെടുത്തു. കുറച്ച് കേക്കിൻ്റെ പൊടി മുകളിലൊന്ന് വിതറിക്കൊടുത്തു. ഫ്രിഡ്ജിലിരുന്നിരുന്ന സ്ട്രോബെറീനെയും ബ്ലൂബെറീനെയും ഒക്കെ എടുത്ത് വെച്ച് ഈ പരുവത്തിലാക്കിയെടുത്തു. ഒരുപാട് തവണ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണത് ഇതാദ്യമായിട്ടാണ്. കൊള്ളാലേ സംഭവം. ഇതൊരു നല്ല എളുപ്പപ്പണിയാണ്. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെന്താ, കേക്ക് റെഡി ആയി കഴിഞ്ഞപ്പോൾ പുള്ളീനെ വിളിച്ചു. 2 പുത്രന്മാരുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് വിളിച്ചില്ല. പക്ഷേ നിത്തുകുട്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബൈ.